എന്താണ് ഓണം? വിഷുവും ഓണവും മലയാളികൾക്ക് മാത്രമുള്ള സ്വന്തമായ രണ്ട് ഉത്സവങ്ങളാണ്, മതപരിവേഷമല്ലാത്തത്. മുസ്ലിങ്ങളുടെ ഉത്സവമാണ് ഇന്നലെ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 നബിദിനം, ബക്രീദ്, റംസാൻ, പെരുന്നാളുകൾ. ക്രിസ്ത്യാനികളുടെ ഉത്സവമാണ് ഈസ്റ്റർ, ക്രിസ്തുമസ് വരാൻ പോകുന്നു. ഹിന്ദുക്കളുടെ ഉത്സവം ശ്രീകൃഷ്ണ ജയന്തി, ശ്രീരാമ ജയന്തി, നവരാത്രി, അതൊക്കെ മതപരമായ ഉത്സവങ്ങളാണ്. എന്നാൽ വിഷുവും ഓണവും മതത്തിന്റെ കഥകൾ അതിൽ ചേർത്തെങ്കിലും അത് കാർഷികോത്സവവും വസന്തോത്സവവുമാണ്. വിഷു എന്ന് പറയുന്നത് പുതുവർഷം ആരംഭിക്കുമ്പോ എന്താ വർഷം? വർഷം എന്ന വാക്കിന് കൊല്ലം എന്നല്ല അർത്ഥം, ഇയർ എന്നല്ല. വർഷം എന്ന് പറഞ്ഞാൽ മഴ എന്നാണ്. മഴയെ നോക്കിയിട്ടാണ് നമ്മൾ പുതിയ ഒരു വർഷം ആരംഭിക്കുന്നത്. ഹർഷബാഷ്പം തൂകി വർഷ പഞ്ചമി വന്നു എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? വർഷം മഴയാണ്. പുതുമഴ പെയ്യുന്നത് മേടമാസത്തിലാണ്. ആ പുതുമഴ പെയ്യുമ്പോൾ വിത്തും കൈക്കോട്ടും എടുത്തിട്ട് കർഷകർ വയലിലേക്ക് ഓടും, വയൽ കിളച്ചിട്ട് ആ വിത്തിടാൻ വേണ്ടിയിട്ട്. അതാ വിഷുപക്ഷിയുടെ പാട്ട്, വിത്തും കൈക്കോട്ടും വിത്തും കൈക്കോട്ടും. അന്ന് വയലിൽ യൂറിയും പൊട്ടാഷും ഫോസ്ഫറസും ഒന്നും ഇല്ല. വൃക്ഷത്തിന്റെ ഇലകളാണ് അന്ന് വളമായിട്ടിടുക. അതുകൊണ്ട് വൃക്ഷത്തിന്റെ ഇലകൾ കൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൊമ്പത്ത്, വയൽ വൃത്തിയാകാൻ അമ്മ വരമ്പത്ത്, വീട്ടിൽ ആളില്ല കള്ളം മുറ്റത്ത്, പാടി ചെമ്പത്ത്. കള്ളം വന്നത് എന്തിനാ? കള്ളം വന്നത് സ്വർണവും വെള്ളിയൊന്നും മോട്ടിക്കാനല്ല. അന്ന് കോയിൻസും ഇല്ല, 500 നോട്ടും ഇല്ല. ഇനി എന്തിനാ കള്ളം വരുന്നത്? ആകെ മോട്ടിക്കാൻ പ്ലാവിലെ ചക്കയാണ് മോട്ടിക്കാനുള്ളത്. ആ ചക്ക മോട്ടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ? കള്ളൻ ചക്കേട്ടു, കണ്ട മിണ്ടണ്ട, കൊണ്ട തിന്നോട്ടെ. ഇതിലൊരു ധാർമ്മികതയുണ്ട്. നമ്മുടെ ധാർമ്മികതയുടെ അടിത്തറ എവിടെ ആരംഭിക്കുന്നത്? വിശന്നതിന്റെ പേരിൽ മോഷ്ടിക്കരുത്, മോഷ്ടിച്ചാൽ അതിന്റെ പേരിൽ കേസ് കൊടുക്കരുത്. വിശക്കുന്നവൻ അവകാശപ്പെട്ടത് ആ ഭക്ഷണം, അത് മോഷണമല്ല എന്നാണ്. കള്ളൻ ചക്കയിട്ടത് കണ്ട മിണ്ടണ്ട, പരാതി കൊടുക്കണ്ട, പെറ്റീഷൻ കൊടുക്കണ്ട, കൊണ്ട തിന്നോട്ടെ. ഈ ദർശനം നമ്മുടെ കുട്ടികളിൽ പകർന്നു കൊടുക്കാത്തതിന്റെ ദുരന്തമാണ്. അട്ടപ്പാടിയിലെ മധു എന്ന് പറയുന്ന ആദിവാസി യുവാവിനെ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ അടിച്ചു കൊന്നില്ലേ? കേരളക്കരയുടെ എല്ലാ കാലത്തേക്കുള്ള മനസാക്ഷിക്കേറ്റ മുറിവാണത്. ആ മധു എന്ന ആദിവാസിയെ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ അടിച്ചു കൊന്നു. എന്തുകൊണ്ടാ കൊന്നത്? നവകേരളത്തെ സൃഷ്ടിക്കുന്നതിൽ വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവല് വായിച്ച ഒരു കുട്ടി പോലും ആ അടിച്ചു കൊന്ന പ്രതികളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഒരു കുട്ടി പോലും വിഷുപക്ഷിയുടെ പാട്ടിന്റെ അർത്ഥം ഭക്ഷണം, വിശക്കുന്നവന് ഭക്ഷണം മോട്ടിച്ച കേസ് കൊടുക്കരുതെന്ന വിഷുപക്ഷിയുടെ പാട്ടിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തില്ല. നവകേരളം ഉണ്ടാവണമെങ്കിൽ പണ്ടൊരു നവം ഉണ്ടാക്കിയത് കൊണ്ട് എപ്പോഴും നവം നവമായിട്ടുണ്ടാവില്ല. അത് നവം നവങ്ങളായി പുനഃസൃഷ്ടിച്ചു കൊടുക്കാൻ നമ്മൾ ഏറ്റെടുക്കണം. അപ്പോഴേ നവകേരളം ഉണ്ടാവും.